കലാലയങ്ങളിൽ റാഗിംഗ് നിരോധിക്കപ്പെടുമ്പോഴും വീണ്ടും ഒരു റാഗിംഗ് മരണമെന്ന വാർത്തയാണ് ആദ്യത്തേത്. പാലക്കാട് കല്ലേക്കാട് വ്യാസവിദ്യാപീഠം സ്കൂളിലെ +1 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവം. കാരണം സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിംഗ് എന്ന് പരാതി. നിഷേധിച്ച സ്കൂൾ അധികൃതർ. ഒറ്റപ്പാലം വരോട് സ്വദേശികളായ രാജേഷിന്റെയും ശ്രീജയുടെയും മകൾ 16-കാരിയായ രുദ്രയാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രി 9-ഓടെ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പെൺകുട്ടിയുടെ അച്ഛൻ പോളണ്ടിലാണ്. പിതാവ് പുറത്തുവിട്ട വീഡിയോയിൽ സ്കൂളിൽ മകൾക്ക് അനുഭവിക്കേണ്ടി വന്ന വിഷമതയെക്കുറിച്ച് പറയുന്നുണ്ട്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് എയർപോർട്ടിലാണ്, നാട്ടിലേക്ക് വരികയാണ്. എൻ്റെ മോൾക്ക് സംഭവിച്ചത് എന്താ വെച്ചാൽ, കഴിഞ്ഞ വെള്ളിയാഴ്ച അവിടെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയാണ് പാരൻസിനെ വിളിക്കാൻ വേണ്ടി മൊബൈൽ കൊടുക്കാറുള്ളത് കുട്ടികൾക്ക്. അപ്പോൾ വെള്ളിയാഴ്ച വിളിച്ച പറഞ്ഞു, അച്ഛാ ഇവിടെ ഭയങ്കര റാഗിങ് ആണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഹോസ്റ്റൽ വാർഡനോട് റിപ്പോർട്ട് ചെയ്തു, അവർ സീരിയസ് ആക്കി എടുക്കുന്നില്ല. അമ്മോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അമ്മോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവൾ വിളിച്ച് സംസാരിക്കാറുണ്ട്. ഒക്കെ അതിന് ശേഷം ഞാൻ 21-ാം തീയതി ഉച്ചയ്ക്ക് ഇന്ത്യൻ ടൈം സംതിങ് ടൈമിൽ വിളിച്ച് ചോദിച്ചു, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സംസാരിച്ച് പ്രശ്നങ്ങൾ സോൾവ് ആക്കി ചോദിച്ചു. കുഴപ്പമില്ല, പ്രശ്നങ്ങൾ സോൾവ് ആക്കി, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, നോർമലാണെങ്കിൽ എവരിത്തിങ് നോർമൽ എന്നാണ് പറഞ്ഞത്. പിന്നീട് ഈവനിങ്ങിലാണ് ഇങ്ങനെ മോള് എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഇവൾ ഒറ്റയ്ക്ക് ഇരുന്ന ടൈമിലാണ് ഇങ്ങനെ സൂസൈഡ് ചെയ്തിട്ടുള്ളത്. അതിന് കാരണം എന്നോട് റാഗിങ്ങിൻ്റെ മിഞ്ഞാന്ന് വെള്ളിയാഴ്ച വിളിച്ചു പറഞ്ഞു, അച്ഛൻ ഇവിടെ ഭയങ്കരമായിട്ട് റാഗിങ്. കാരണം എന്താ വെച്ചാൽ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് ഓടി പോകുമ്പോൾ അവിടെ സീനിയർ കുട്ടിയുടെ മേത്തുനിന്ന് കൈ തട്ടി, ഷോൾഡർ തട്ടി, അതിന് ഞാൻ സോറി പറഞ്ഞില്ല, അതിന് ഭയങ്കരമായിട്ട് റാഗ് ചെയ്യുക, അതിനെ അവർ അച്ഛനെ അവർ തല്ലാൻ വരിക, മീൻസ് തല്ലണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു, മീൻസ് മകളെ തല്ലണം എന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റാഗിങ് ആണെന്ന് പറഞ്ഞു. അത് എന്നിട്ട് ഇന്ന് ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ഹോസ്റ്റൽ വാർഡൻ അറിയാം, ആ കുട്ടികളുടെ പേര്, റാഗ് ചെയ്ത കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ഈ ഹോസ്റ്റൽ വാർഡന് അറിയാം. സ്കൂളിൻ്റെ പേര് പാലക്കാട് വ്യാസവിദ്യാപീഠം കല്ലേക്കാടാണ് വരുന്നത്. സ്കൂളിൻ്റെ പേര് ഇതാണ്. ഓക്കെ. റാഗിങ്ങിനെ കുറിച്ച് കുട്ടി ഹോസ്റ്റൽ വാർഡനോട് പരാതി പറഞ്ഞിരുന്നുവെങ്കിലും യാതൊരു നടപടിയും എടുത്തില്ല എന്നാണ് ആക്ഷേപം. ആരോപണം നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ ആ കുട്ടി എങ്ങനെ മരിച്ചു, എന്തിനാണ് സൂസൈഡ് ചെയ്തത്? ഇപ്പം മിഞ്ഞാന്ന് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചിട്ട് എന്നോട് സന്തോഷമായിട്ട് സംസാരിച്ചത്. ഇപ്പോൾ എൻ്റെ അനിയത്തി പ്രസവിച്ച് കിടക്കാണ്. അപ്പോൾ അനിയത്തിയുടെ വിവരം, കുട്ടിയുടെ വിവരം ചോദിച്ചു, സന്തോഷമായി സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ കുട്ടി എന്നോട് ഒരു കാര്യം പറഞ്ഞു, എനിക്ക് കുറച്ച് വിഷമമുണ്ട് ഇവിടെ, എന്തോ ഇതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വിഷമം? അപ്പോൾ കുട്ടി പറഞ്ഞു സീനിയേഴ്സ് എന്നെ ഹറാസ്മെൻറ്റ് ചെയ്തു. അപ്പോൾ എന്താണ് സംഭവം, എന്തിനാണ് ഹറാസ് ചെയ്തത്? അപ്പോൾ ഒന്നുമില്ല, ഇങ്ങനെയൊന്നും ഷോൾഡർ തട്ടി സോറി പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഹറാസ് ചെയ്യണു, ആ കുട്ടിയോട് എന്നോട് സംസാരിക്കണില്ല, ഭയങ്കര മീൻസ് എന്തോ ആ കുട്ടി അവോയ്ഡ് ചെയ്യാണ്. അപ്പോൾ ഭയങ്കര ഫീലിംഗ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇപ്പോൾ വിളിക്കും, അച്ഛൻ ഇപ്പോൾ പോളണ്ടിനെ വിളിക്കും പറഞ്ഞു, വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ അവളുടെ അച്ഛൻ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫോൺ കട്ടായി. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ അച്ഛനായിട്ട് സോൾവ് ആയിട്ടുണ്ടാവും വിചാരിച്ചു. പിന്നെ ഇന്നലെ രാത്രിയാണ് ഇങ്ങനെ ന്യൂസ് വന്നത്, ആ കുട്ടി സൂസൈഡ് ചെയ്തു പറയുന്നുണ്ട്. പിന്നെ ആ കുട്ടിയുടെ അച്ഛനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു, ഇങ്ങനെ സീനിയേഴ്സായിട്ട് പ്രശ്നം കാരണം കൊണ്ടാണ് ആ കുട്ടി സൂസൈഡ് ചെയ്തതാണ് പറഞ്ഞു. പരാതിയായി മുന്നോട്ട് പോവാണ്. കുട്ടി ഇങ്ങനെ സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്യാൻ, അതായത് സൂസൈഡ് ചെയ്തു, എന്താ കാരണം, എന്തൊരു കാരണം ഉണ്ടാവുമല്ലോ, അത് കാരണം ഹോസ്റ്റലിൽ ഇങ്ങനെ മരിക്കില്ലല്ലോ. പോലീസിലും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതിയും കുടുംബം നൽകിയിട്ടുണ്ട്. അതേസമയം കുട്ടിയെ റാഗിംഗ് നടത്തിയെന്നതിനെക്കുറിച്ച് തങ്ങൾക്ക് അറിവില്ലെന്നാണ് സ്കൂൾ പ്രിൻസിപ്പൽ പറയുന്നത്. തന്നെ ആരും ഇക്കാര്യം അറിയിച്ചിട്ടില്ല. കുട്ടിയുടെ പിതാവ് ഹോസ്റ്റൽ വാർഡനെ വിളിച്ച് സംസാരിച്ചിരുന്നതായും അറിഞ്ഞു. എന്നാൽ തന്നോടാരും ഒന്നും പറഞ്ഞില്ല. ഫേസ്ബുക്ക് ലൈവ് കണ്ടാണ് താൻ അറിഞ്ഞതെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. പ്രിൻസിപ്പൽ എന്ന നിലയ്ക്കും ചീഫ് വാർഡൻ എന്ന നിലയ്ക്കും ഈ നിമിഷം വരെ കുട്ടിയോ കുട്ടിയുടെ അച്ഛനോ കുട്ടിയുടെ അമ്മയോ ഓവർ ഫോണിലൂടെയോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടോ ഒരു കംപ്ലൈൻറ്റ് ആർക്കും തന്നു. 100%. ഈ കുട്ടി എന്തെങ്കിലും കാര്യങ്ങൾ ഈ കുട്ടിയും ഞാൻ പറഞ്ഞില്ല, കുട്ടിയോ കുട്ടിയുടെ അച്ഛനോ കുട്ടിയുടെ അമ്മയോ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് നിങ്ങൾ പറയുന്ന റാഗിങ് ഞാൻ ആദ്യം കേൾക്കുന്നത് ഫേസ്ബുക്ക് ലൈവ് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത്. ഒരാൾ പോലും ഒരു ഓവർ ഫോണിലൂടെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സാർ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ഒരാൾ പോലും പറഞ്ഞില്ല. കുട്ടി പറഞ്ഞില്ലെന്ന് വെച്ചാൽ കുട്ടി ഇന്നലെ 2:30 മണിക്ക് സുഖമില്ല, സ്റ്റൊമക്ക് പെയിൻ ആണെന്ന് പറഞ്ഞിട്ട് എൻ്റെ പെർമിഷൻ വാങ്ങിച്ചിട്ട് മോള് ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് പോയി കുട്ടി റെസ്റ്റ് ചെയ്തു. 8 മണിക്ക് ഞങ്ങളെല്ലാം ഗേൾസ് ഫുഡ് കഴിക്കാൻ പോകും. സാധാരണ ഇവരുടെ ഡോമിൽ താമസിക്കുന്ന എല്ലാം ഒരേ ക്ലാസ്സിലെ കുട്ടികളാണ്. ഒരു സീനിയറോ മറ്റോ സീനിയേഴ്സ് താഴെയാണ് താമസിക്കുന്നത്.
അങ്ങനത്തെ ഒരു പ്രശ്നം ഞങ്ങൾക്കില്ല. റാഗിങ്ങോ അങ്ങനത്തെ ഈ നമ്മൾ ഇല്ല 100%. അത് അറിയില്ല സാർ, ഞങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഞാൻ ഞാനും ഇന്നലെ ആ സ്പോട്ടിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നതാണ്. ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് വരുമ്പോഴാണ് ഇങ്ങനെ അറിഞ്ഞത്. മറ്റെന്തെങ്കിലും വിഷമങ്ങൾ അറിയിച്ചിട്ടുണ്ടോ കുട്ടിയാരെങ്കിലും? അതിനെക്കുറിച്ച് എന്തെങ്കിലും അവരുടെ കുറച്ച് കുട്ടി ഫോൺ ചെയ്യുമ്പോൾ കരയിലും ഫാമിലി പ്രശ്നങ്ങൾ എന്തൊക്കെയോ ഉണ്ട്. അതെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല കേട്ടോ. അവരുടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഫാമിലി ഉണ്ട്. അത് കുട്ടി ഫോൺ ചെയ്യുമ്പോൾ അവരുടെ നിന്ന് CA ചോദിക്കുന്ന സമയത്ത് കുട്ടികൾ പറഞ്ഞാണ്. കുട്ടികളായിട്ട് അത്ര മിങ്കിൾ ചെയ്യുന്ന കുട്ടിയല്ല. ഈ കുട്ടി ഈ വർഷമാണ് ജോയിൻ ചെയ്തത്. അതെ, +1-ലാണ്. മറ്റ് കുട്ടികളൊന്നും റൂമിൽ ഉണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ബാക്കിയുള്ള 6 കുട്ടികളും ഫുഡ് കഴിക്കാൻ പോയി. ഈ കുട്ടിയും അപ്പുറത്തെ ഡോമിൽ 2 കുട്ടികൾ ഫുഡ് കഴിക്കാതിരിക്കുന്നുണ്ട്. താഴെ സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ അവിടെ തന്നെ ഉണ്ട്. അവരോട് പറഞ്ഞിട്ടാണ് വാർഡൻ പോയത്. കുട്ടിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായിരുന്നതായി സൂചന ലഭിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇക്കാര്യം കുട്ടിയുടെ ബന്ധുക്കൾ നിഷേധിച്ചു. ഇതെല്ലാം കഥകളാണ്. റാഗിംഗ് മറച്ചുവെക്കാനാണ് സ്കൂൾ അധികൃതർ ശ്രമിക്കുന്നത്. കുട്ടിയുടെ സീനിയർ വിദ്യാർത്ഥിയുടെ തോളിൽ തട്ടിയതിന് സോറി പറഞ്ഞില്ല എന്ന കാരണത്താലാണ് അവർ മിണ്ടാതിരുന്നത്. ഇതാണ് വിഷമത്തിനിടയാക്കിയതെന്നാണ് കുട്ടി പറഞ്ഞത്. ഇതിനുശേഷം ഹോസ്റ്റൽ വാർഡനും കുട്ടിയുടെ പിതാവും തമ്മിൽ സംസാരിച്ചെന്നും കുട്ടി ഓക്കെ ആയിരുന്നെന്നും ബന്ധുക്കൾ പറയുന്നു. പിന്നീടാണ് മരണവാർത്ത എത്തിയതെന്ന് അവർ പറഞ്ഞു. സംഭവത്തിൽ ടൗൺ നോർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. ജില്ലാശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. UTV ന്യൂസ്, പാലക്കാട്.